നമസ്കാരം. മലയാള സിനിമയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളോടും പ്രതികരിച്ച് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് മലയാളികൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും പലരും ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് സ്ത്രീകളുടെ നന്മയെ കരുതിയിട്ട് അല്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനുശേഷം ഞങ്ങളുടെ ചർച്ച നടീനടന്മാരുടെ ഭാഗം ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് മലയാളികൾ ഇതുവരെ കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്നാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നടി ആക്രമിക്കപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ പ്രമുഖ നടന്മാർ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു. ശേഷം ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. അവർ സർക്കാരിനെ സമീപിക്കുന്നു, അവർ കമ്മീഷനെ വയ്ക്കുന്നു. ഇതാണ് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. 4.5 വർഷത്തിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു. പിന്നാലെ ചില നടിമാർ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അയാളൊക്കെ അങ്ങനെയാണ്, ഇവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന രീതിയിലാണ് പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്ന്. മലയാള സിനിമയിൽ 3 തരം മാഫിയകളുണ്ട്. പെട്ടെന്നൊരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല. എന്തിന് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ, അതറിയാൻ പിന്നിലേക്ക് പോകണം. തിരുവനന്തപുരം, എറണാകുളം, മട്ടാഞ്ചേരി മാഫിയ. ഇതിൽ മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും ഒടുവിൽ 2014 രൂപീകൃതമായ ഒന്നാണ്. ഇതിലെ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെയുണ്ട്. ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ഏതാണ്ട് 50 വർഷം മുമ്പ് നടി വിജയശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സാഹചര്യം മലയാള സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. അന്ന് 2 നിർമ്മാതാക്കൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. അതുപോലെ ഒരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. മലയാളത്തിലെ 2 പ്രധാന സിനിമാ സംഘടനകളെ കയ്യിലാക്കാൻ 3 മാഫിയകൾ ശ്രമം നടത്തുന്നുണ്ട്. അവർ ഇങ്ങനെ അവസരം കാത്തുനിൽപ്പാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്ത് എടുക്കാൻ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെ. അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ വാദം. ചിലരുടെ വിഷയം ഈ 2 സംഘടനയെ എങ്ങനെ ഹൈജാക്ക് ചെയ്യാം എന്നതാണ്. കിട്ടിയ അവസരം മുതലാക്കുകയാണ് അവർ. അതിനായി സ്ത്രീകളെ മുൻനിർത്തി കളിക്കുകയാണ്. തുടർച്ചയായി ഒരു മാഫിയയിലെ ആളുകൾ മറ്റൊരു മാഫിയയിലെ ആളുകൾക്ക് എതിരെയാണ് ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഈ വിഷയം ഗൗരവമായാണ് ഉന്നയിക്കുന്നത്. എന്നാൽ മറ്റു ചിലരുടെ ഉദ്ദേശം വേറെയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. ഇത് ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ സ്ത്രീകളുടെ പോരാട്ടമാണ് എന്ന് തോന്നും. മോഹൻലാൽ എന്ന നടൻ്റെ ഇമേജ് തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് പലരും ചെയ്യുന്നതും. മോഹൻലാലിനെതിരെ ഒരു പെൺകുട്ടിയും ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പല ഓൺലൈൻ ചാനലുകളും ഉപയോഗിക്കുന്നു എന്നും സന്തോഷ് പണ്ഡിറ്റ് ആരോപിക്കുന്നു.